ചിന്നക്കനാലിലെ ഭൂമി ഇടപാടിൽ മാത്യു കുഴൽനാടനെതിരെ ഗുരുതര കണ്ടെത്തലുകളുമായി വിജിലൻസ്. MLA സർക്കാർ ഭൂമി കയ്യേറിയെന്നും ഭൂമി രജിസ്ട്രേഷനിൽ 1000 ചതുരശ്ര അടി വിസ്തീർണമുള്ള കെട്ടിടത്തിന്റെ കാര്യം മാത്യു കുഴൽനാടൻ മറച്ചുവെച്ചെന്നും കണ്ടെത്തൽ. സർക്കാർ ഭൂമി ഉണ്ടെങ്കിൽ വിജിലൻസ് തുടർ നടപടികൾ സ്വീകരിക്കട്ടെ എന്ന് മാത്യു കുഴൽനാടൻ വ്യക്തമാക്കി. ചിന്നക്കനാലിലെ റിസോർട്ടിന്റെ ഭാഗമായി 50 സെന്റ് സർക്കാർ മിച്ച ഭൂമി മാത്യു കുഴൽനാടൻ കയ്യേറിയെന്നാണ് വിജിലൻസ് കണ്ടെത്തൽ. കൂടാതെ രജിസ്ട്രേഷൻ സമയത്ത് 1000 ചതുരശ്ര അടി വിസ്തീർണമുള്ള കെട്ടിടത്തിന്റെ കാര്യം രേഖപ്പെടുത്താതെ നികുതി വെട്ടിപ്പ് നടത്തിയെന്നും വിജിലൻസ് പറയുന്നു. 2008 മിച്ചഭൂമി കേസിൽ ഉൾപ്പെട്ട സ്ഥലത്താണ് മാത്യു കുഴൽനാടന്റെ റിസോർട്ട് സ്ഥിതി ചെയ്യുന്നത്. ഈ സ്ഥലം വിൽക്കാനാവില്ല. വില്ലേജ് ഓഫീസർ ചട്ടങ്ങൾ മറികടന്നാണ് ഭൂമി പോക്കുവരവ് ചെയ്തത്. എന്നാൽ ഇതിൽ മാത്യു കുഴൽനാടന് പങ്കുള്ളതായി തെളിവില്ലെന്നും വിജിലൻസ് പറയുന്നു. എന്നാൽ ഇതുവരെ ഭൂമി അളന്ന് തിട്ടപ്പെടുത്തിയിട്ടില്ലെന്നും പഴയ ഉടമ നൽകിയ വിവരങ്ങൾ മാത്രമാണ് തനിക്കുള്ളതെന്നും മാത്യു കുഴൽനാടൻ വ്യക്തമാക്കി. അന്വേഷണങ്ങളോട് സഹകരിക്കുമെന്നും മാത്യു കുഴൽനാടൻ പറഞ്ഞു. അന്ന് ഉണ്ടായിരുന്ന എനിക്ക് ഭൂമി തന്ന ആളുകൾ ഇട്ടിട്ടുള്ള വേലിയും അതിരടയാളങ്ങളുമാണ് ഇന്നുമുള്ളത്. ഞാൻ വാങ്ങിയതിന് ശേഷം പ്രത്യേകമായി അത് അളന്നിട്ടുണ്ടായിരുന്നില്ല. ഇതുവരെ ഈ സമയം വരെയും ആ ഭൂമി അളന്നു നോക്കിയിട്ടില്ല. പക്ഷേ വിജിലൻസ് പറഞ്ഞു ആധാരത്തിലുള്ളതിനേക്കാൾ കൂടുതൽ ഭൂമി കൈവശമുണ്ട് എന്നറിയാമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ പരിശോധിച്ചിട്ടില്ല. നിങ്ങൾ പരിശോധിച്ചതിൽ കണ്ടിട്ടുണ്ടെങ്കിൽ അതനുസരിച്ചുള്ള നടപടിയോ കാര്യങ്ങളോ ചെയ്യേണ്ടതുണ്ടെങ്കിൽ ചെയ്യുന്നു. പ്രാഥമിക പരിശോധനകൾ പൂർത്തിയാക്കി വിഷയത്തിൽ ഉടൻ തന്നെ വിജിലൻസ് റിപ്പോർട്ട് സമർപ്പിക്കും. കുഴൽനാടന്റെ റിസോർട്ടുമായി ബന്ധപ്പെട്ട് കയ്യേറ്റം നടന്നിട്ടുള്ള ഭാഗം തിരിച്ചുപിടിക്കാൻ ശുപാർശ നൽകാനാണ് വിജിലൻസ് തീരുമാനിച്ചിട്ടുള്ളത്. ആവശ്യമെങ്കിൽ വരും ദിവസങ്ങളിലും കൂടുതൽ വിവരശേഖരണത്തിനായി വിജിലൻസ് മാത്യു കുഴൽനാടനെ വിളിച്ചു വരുത്തിയേക്കാം. ജനം, ഇടുക്കി.